സോ ഇന്റൽ 12th ജനറേഷൻ Alder Lake പ്രോസസ്സേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ആയിട്ടുണ്ട്. നവംബർ 4th മാർക്കറ്റിൽ വരുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഗസ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ മേളിൽ പിൻ ചെയ്തേക്കാം. സോ 12th ജനറേഷൻ Alder Lake പ്രോസസ്സറിന്റെ ആർക്കിടെക്ചറും അതിന്റെ ഡിഫറൻസസും കുറച്ച് പുതിയ കാര്യങ്ങളും പുതിയ ഇംപ്ലിമെന്റേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രോസസ്സേഴ്സ് ആണ് അനൗൺസ് ആയത്, അതെല്ലാം ഡീറ്റെയിൽസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗെയിമിംഗ് വൈസ് നോക്കുവാണെങ്കിൽ കമ്പയർ ടു Ryzen 5000 സീരീസ് ഒരു റഫ്ലി 20 to 30% ഫാസ്റ്റർ ആണ്. പല ഗെയിംസിന്റെ ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിൽ 3% to 30% ആണ്. സോ ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു 20% ഫാസ്റ്റർ ആണ്. ആൻഡ് പഴയ ജനറേഷൻ ഓഫ് ഇന്റൽ പ്രോസസ്സേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 12th ജൻ ഈസ് 30 to 50% ഫാസ്റ്റർ. സോ ഓൺ പേപ്പർ ആൻഡ് ഇന്റൽ കാണിച്ച് ബെഞ്ച് മാർക്സ് വെച്ച് നോക്കുവാണെങ്കിൽ സ്പെക്സ് ആൻഡ് പെർഫോമൻസ് അടിപൊളിയാണ്. ഈവൻ ദോ ഇനീഷ്യലി അനൗൺസ് ചെയ്ത പ്രൈസും ഗ്ലോബലി സെയിൽ ആകുന്ന പ്രൈസും എല്ലാം നോക്കുവാണെങ്കിൽ കുറച്ച് ഹൈ തന്നെയാണ്. ഇന്ത്യൻ പ്രൈസസ് ഇതുവരെ അനൗൺസ് ആയിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് October 31st. സോ ഇന്നത്തെ ഡേറ്റ് വരെ എന്തായാലും ഇന്ത്യൻ പ്രൈസ് അനൗൺസ് ആയിട്ടില്ല. പക്ഷേ അസംഷൻസ് വെറുതെ ഒരു എക്സ്പെക്ടേഷൻ നോക്കുവാണെങ്കിൽ ജസ്റ്റ് US പ്രൈസ് കമ്പയർ ചെയ്ത് 18% ടാക്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ബേസിക് ഒരു ആവറേജ് ഐഡിയ കിട്ടുമായിരിക്കും. സോ ചുമ്മാ എൻ്റെ ഒരു അസംഷൻ പറയുവാണെങ്കിൽ i5 പ്രോസസ്സേഴ്സ് 25 to 30,000 റേഞ്ചിലായിരിക്കും. i7 പ്രോസസ്സേഴ്സ് ഒരു 36 to 40,000 റേഞ്ച് ആയിരിക്കും. ആൻഡ് i9 പ്രോസസ്സേഴ്സ് 55 to 60 ആ റേഞ്ച് ആയിരിക്കും. ജസ്റ്റ് ഒരു അസംഷൻ ആണ്. ഇത് പെർഫെക്റ്റ് എക്സാക്ട് പ്രൈസസ് ഒന്നുമല്ല, ജസ്റ്റ് an assumption. സോ എനിവേസ് ഇതൊന്നുമല്ല. ദ ബിഗ് ക്വസ്റ്റൻ ഈസ് 12th ജനിലോട്ട് മൂവ് ചെയ്യണോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. യോഡ് ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. ഓക്കെ, സോ 12th ജനറേഷൻ നോക്കുവാണെങ്കിൽ എൻറ്റയർലി പുതിയൊരു ആർക്കിടെക്ചറാണ്. ഫിസിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിലും അതിൻ്റെ ആർക്കിടെക്ചറൽ വൈസ് നോക്കുവാണെങ്കിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ല പവർഫുൾ ചിപ്സ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി പവർ കൺസംഷനും കൂടുതലാണ്. ആൻഡ് DDR4ഉം DDR5ഉം സപ്പോർട്ട് ചെയ്യാനായിരിക്കും. DDR5ഉം പുതിയതാണ്. ഇതുവരെ DDR5യുടെ പെർഫോമൻസും അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്നും അതും നമുക്കറിയത്തില്ല. പുതിയ മദർ ബോർഡ്സ് ആണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുവാണെങ്കിലും Windows 11 അതും പുതിയതാണ്. സോ 12th ജൻ പ്രോസസ്സേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബാക്കി കാര്യങ്ങൾ നോക്കുവാണെങ്കിലും പുതിയ കാര്യങ്ങളാണ് എല്ലാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും DDR5 റാം, പുതിയ മദർ ബോർഡ്സ്, പുതിയ ആർക്കിടെക്ചർ, പുതിയ ത്രെഡ് ഡയറക്ടർ. സോ പല കാര്യങ്ങളും ഇതുപോലെ പുതിയതാണ്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങൾ നവംബർ 4th 12th ജനറേഷൻ മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, PC ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പാറ്റബിലിറ്റി റിലേറ്റഡ് ആയാലും കോമ്പണന്റ് സെലക്ഷന്റെ കാര്യമായാലും ബഡ്ജറ്റിംഗിന്റെ കാര്യമായാലും ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബഡ്ജറ്റിൽ നിന്ന് തുടങ്ങാം. ഏതൊരു കാര്യമായാലും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ബഡ്ജറ്റ് തന്നെയാണ്. സോ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇന്റൽ 12th ജൻ പ്രോസസ്സേഴ്സിന്റെ ഓവറോൾ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ഒരു ഓവറോൾ PCയുടെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. കമ്പയർ ടു ഒരു 11th ജൻ ആയാലും റൈസന്റെ ലേറ്റസ്റ്റ് പ്രോസസ്സേഴ്സ് വെച്ചുള്ളതായാലും ഓവറോൾ ഒരു PCയുടെ കംപ്ലീറ്റ് ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ഹൈ ആയിരിക്കും. ഇത് ഫസ്റ്റ് പോയിന്റ് ആണ്. ഇപ്പോൾ അനൗൺസ് ആയ പ്രോസസ്സേഴ്സ് എല്ലാം K and KF സീരീസ് പ്രോസസ്സേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ Z സീരീസ് മദർ ബോർഡ്സ് ആണ് ഫസ്റ്റ് അനൗൺസ് ആയത്. Z690 മദർ ബോർഡ്സ്. സോ Z690 മദർ ബോർഡ്സിന്റെ ഇപ്പോഴത്തെ ഇനീഷ്യൽ പ്രൈസ് നോക്കുവാണെങ്കിൽ കൂടുതലാണ്. ഓൾമോസ്റ്റ് ഇന്റലിന്റെ Z സീരീസ് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി മറ്റ് ചിപ്സെറ്റ്സുമായിട്ട് കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. സോ Z690 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മദർ ബോർഡ്സ് ആണ്. നെക്സ്റ്റ് DDR5. ഒബ്വിയസ്ലി DDR5 വന്നിട്ടില്ല, പക്ഷെ എന്നാലും വെരി സൂൺ വരുന്നതായിരിക്കും. സോ ഇൻ കേസ് ഇപ്പം നിങ്ങൾ DDR4 ആണ് പ്ലാൻ ചെയ്യുന്നത് ആൻഡ് ഫ്യൂച്ചറിൽ DDR5ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ മദർ ബോർഡും ചേഞ്ച് ചെയ്യേണ്ടി വരും. ബിക്കോസ് DDR4 സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്സിൽ ഓൺലി DDR4 മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. DDR5ലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മദർ ബോർഡും കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ടി വരും. ആൻഡ് ഇൻ കേസ് നിങ്ങൾ DDR5 വന്നിട്ടേ 12th ജൻ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിലും DDR5 റാംസിന്റെ പ്രൈസ് എക്സ്പെൻസീവ് ആയിരിക്കും. മിനിമം എന്തായാലും DDR4 കമ്പയർ ചെയ്യുമ്പോൾ 50% എക്സ്പെൻസീവ് ആണ് DDR5 റാംസിന്റെ പ്രൈസ്. സോ ഫ്യൂച്ചറിൽ DDR5 എടുക്കാനാണെങ്കിലും എക്സ്പെൻസീവ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ബഡ്ജറ്റിൽ ഇമ്പാക്ട് വരാൻ പോകുന്നത് കൂളേഴ്സ് ആണ്. 12th ജൻ പ്രോസസ്സേഴ്സ് നല്ല പവർ ഹംഗ്രി പ്രോസസ്സേഴ്സ് ആണ്. പവർ നല്ലപോലെ കൺസ്യൂം ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ആണ്. ആൻഡ് ഇന്റൽ പ്രോസസ്സേഴ്സിന്റെ കൂടെ വരുന്ന സ്റ്റോക്ക് കൂളേഴ്സിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും 12th ജൻ വാങ്ങുവാണെങ്കിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി ആഫ്റ്റർ മാർക്കറ്റ് കൂളർ വാങ്ങിക്കേണ്ടി വരും. സോ അത് എക്സ്ട്രാ ബഡ്ജറ്റ് ആണ്. അത് മാത്രമല്ല LGS 1700 പുതിയ സോക്കറ്റ് ആണ്. കുറച്ച് വലിയ സോക്കറ്റ് ആണ്. സൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഫിസിക്കൽ ഡയമെൻഷൻസ് കുറച്ച് വലുതാണ്. സോ നിങ്ങൾ പഴയ ഏതെങ്കിലും കൂളർ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ
അതും വർക്ക് ആകത്തില്ല. ഇവൻ ദോ പല കമ്പനീസ് പഴയ കൂളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി LGA 1700 സപ്പോർട്ട് ചെയ്യുന്ന ബ്രാക്കറ്റ്സ് മാത്രമായിട്ട് സെൽ ചെയ്യുന്നുണ്ട്. ബ്രാക്കറ്റ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നാണ് ന്യൂസ് അല്ലെങ്കിൽ ലീക്സിൽ പറയുന്നത്. കാരണം ഇതുപോലത്തെ അഡീഷണൽ മൗണ്ടിങ് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് പഴയ കൂളേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിൽ ക്ലിയറൻസ് ഇഷ്യൂസ് വരുന്നുണ്ട്. പ്രോപ്പർലി പ്രോസസ്സറിന്റെ സർഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് തെർമൽ പേസ്റ്റ് സ്പ്രെഡ് ആകുന്നില്ല. സോ ഇതുപോലത്തെ ഇഷ്യൂസ് ഒന്ന് രണ്ടെണ്ണം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻ കേസ് കൂളർ നോക്കുന്നുണ്ടെങ്കിൽ പഴയത് നോക്കാതിരിക്കുക. LGA 1700 എൻറ്റയർലി സപ്പോർട്ട് ചെയ്യുന്ന പുതിയ കൂളേഴ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പവർ സപ്ലൈ 12th gen നല്ലപോലെ പവർ കൺസ്യൂം ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ആണ്. കാരണം 241 വാട്ട്സ് ആണ് മാക്സിമം പറയുന്നത് i9 പ്രോസസ്സേഴ്സിന്റെ. പക്ഷേ എന്തായാലും അതിന് മേലെ പോകും പീക്ക് ലോഡ്സിൽ. സോ നല്ലൊരു പവർ സപ്ലൈയും ആവശ്യമാണ്. നിങ്ങൾ ഏതെങ്കിലും ബേസിക് ഒരു 450 വാട്ട്സിന്റെ അല്ലെങ്കിൽ 500 വാട്ട്സിന്റെ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് മേ ബി ഇനഫ് ആകത്തില്ല. കുറച്ച് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള മിനിമം 80+ ബ്രോൺസ് റേറ്റഡ് ഉള്ള നല്ല 550 to 650 വാട്ട്സ് ആണ് നല്ലത്. ഡിപ്പെൻസ്, അത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എന്നാലും നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ മിനിമം ഒരു 450യെക്കാട്ടിലും നല്ലത് 100 വാട്ട്സ് കുറച്ചുകൂടെ എക്സ്ട്രാ നോക്കി എടുക്കുന്നതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ പവർ സപ്ലൈയുടെ റിക്വയർമെന്റും കൂടും. സോ പവർ സപ്ലൈഡും കുറച്ച് ബഡ്ജറ്റ് കൂടുന്നതായിരിക്കും. സോ ഓവറോൾ ഇങ്ങനെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ 12th gen പ്രോസസ്സേഴ്സ് ഓൾറെഡി എക്സ്പെൻസീവ് ആണ്. മദർ ബോർഡ്സും ഇപ്പോൾ ഇറങ്ങിയത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. DDR5 ആണ് നോക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഹൈലി എക്സ്പെൻസീവ് ആയിരിക്കും. കൂളേഴ്സ് പുതിയ 12th ജനറേഷന് പുതിയ കൂളേഴ്സ് ആണ് വേണ്ടത്. സോ അങ്ങനെ നോക്കുമ്പോൾ എക്സ്ട്രാ കൂളർ ആവശ്യമാണ്. ആൻഡ് ഫൈനലി പവർ സപ്ലൈയുടെയും ലിമിറ്റ് കുറച്ച് കൂടുന്നതായിരിക്കും. സോ ബേസിക് പവർ സപ്ലൈ നോക്കാതെ കുറച്ച് ഹയർ സ്റ്റാൻഡേർഡിലുള്ള നല്ല പവർ സപ്ലൈ നോക്കേണ്ടി വരും. അവിടെയും ബഡ്ജറ്റ് കുറച്ച് കൂടും. സോ ഓവറോൾ ഇതുപോലെ പാർട്സ് എല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ ഓവറോൾ ബഡ്ജറ്റ് കുറച്ച് കൂടുന്നതായിരിക്കും കമ്പാരിറ്റീവ്ലി. അടുത്ത പോയിന്റ് കമ്പാറ്റബിലിറ്റി ആണ്. സോ നിങ്ങളുടെ മദർ ബോർഡും മെമ്മറിയുടെ കമ്പാറ്റബിലിറ്റി. പലരും മേ ബി 12th gen DDR4ഉം 5ഉം സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പം വിചാരിച്ച് കാണും DDR4 എന്നാൽ ഇപ്പം എടുത്തിട്ട് ഫ്യൂച്ചറിൽ DDR5ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DDR4 എടുക്കുകയാണെങ്കിൽ DDR4 തന്നെ അതിൽ വർക്ക് ആകത്തുള്ളൂ, 5 വർക്ക് ആകത്തില്ല. സോ നിങ്ങൾ DDR5ലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ മദർ ബോർഡ് എടുക്കേണ്ടി വരും. അത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നിങ്ങൾ ഇൻ കേസ് 12th gen ഇപ്പോൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, മദർ ബോർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഒരേ മോഡലിലെ 2 മദർ ബോർഡ്സ് അവൈലബിൾ ആണ്. DDR4 സപ്പോർട്ട് ചെയ്യുന്നതും DDR5 സപ്പോർട്ട് ചെയ്യുന്നതും. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇൻ കേസ് DDR5 സപ്പോർട്ട് ചെയ്യുന്ന വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ DDR4 ഇടാൻ നോക്കിയാൽ വെറും വേസ്റ്റ് ആകത്തേ ഉള്ളൂ. സോ മദർ ബോർഡ്സ് ഇൻ കേസ് 12th gen നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ മദർ ബോർഡ് സെലക്ഷൻ പ്രോപ്പർ ആയിരിക്കണം. DDR4 എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് മാത്രം എടുക്കണം. കാരണം ഇപ്പം ഒബ്വിയസ്ലി DDR4 മാത്രമേ അവൈലബിൾ ഉള്ളൂ. സോ DDR4 എടുക്കാനാണെങ്കിൽ DDR4ന്റെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ DDR4 എന്ന്. അതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്. എന്തായാലും ഇന്ത്യയിലെ വെബ്സൈറ്റ്സിൽ പുതിയ മദർ ബോർഡ്സിന്റെ ലിസ്റ്റിംഗ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ വെബ്സൈറ്റ്സ് നോക്കുവാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് മദർ ബോർഡ്സ് ആണ് കാണുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ കേസ് നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ സ്പെക്സ് നല്ലപോലെ വായിച്ചു നോക്കണം. ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കയറി ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻസ് ഒന്ന് വായിച്ചു നോക്കണം. DDR4 ആണോ DDR5 ആണോ എന്നുള്ളത്. ആൻഡ് വീണ്ടും പറയുവാണ്, DDR4ൽ DDR4 വർക്ക് ആവത്തുള്ളൂ, 5 വർക്ക് ആവത്തില്ല. DDR5ക്ക് പുതിയ മദർ ബോർഡാണ്, DDR4ന് വേറെ മദർ ബോർഡാണ്. ആൻഡ് DDR4ന്റെയും DDR5ന്റെ സോക്കറ്റ് ഡിസൈനും ഞാൻ കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന DDR4 ആണ്, റൈറ്റ് സൈഡിൽ കാണുന്ന DDR5 ആണ്. സോ റാം സ്ലോട്ടിന്റെ നോച്ചിന്റെ പൊസിഷൻ നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ച് സെന്റേർഡ് ആണ് DDR5ൽ കാണുന്നത്. സോ ഇപ്പോഴേ 12th gen പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാം ആൻഡ് മദർ ബോർഡിന്റെ കമ്പാറ്റബിലിറ്റി ക്ലിയർലി നോക്കണം. നെക്സ്റ്റ് പവർ സപ്ലൈയുടെ കാര്യം പറയുവാണെങ്കിൽ കുറച്ച് ടെക്നിക്കൽ കാര്യം കൂടി പറയാനുണ്ട്. സോ പവർ സപ്ലൈ ചൂസ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോസസ്സറിന്റെ പവറും DDR5ന്റെ പവറും. ഇൻ കേസ് DDR5 ആണ് നോക്കുന്നതെങ്കിൽ DDR5ന്റെ പവർ റിക്വയർമെന്റും ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോസസ്സറിന്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അനൗൺസ് ആയ പ്രോസസ്സേഴ്സ് എല്ലാം തന്നെ 125 വാട്ട്സിലാണ് സ്റ്റാർട്ട് ആകുന്നത്. TDP എന്ന് പറയുന്നില്ല, PBP ആണ്. പ്രോസസ്സറിന്റെ ബേസ് ഫ്രീക്വൻസിയിൽ 125 വാട്ട്സ് ആണ് പവർ റിക്വയർ ആകുന്നത്. ആൻഡ് മാക്സിമം ടർബോയിൽ നോക്കുവാണെങ്കിൽ മാക്സിമം കൊടുത്തേക്കുന്നത് 241 വാട്ട്സ് ആണ്. സോ i9 പ്രോസസ്സറിന്റെ 125 വാട്ട്സ് മുതൽ 241 വാട്ട്സ് ആണ് ഓവറോൾ പവർ റിക്വയർമെന്റ്. സോ ഇതെന്തായാലും ഈ പറഞ്ഞ മാക്സിമമിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും. സോ പ്രോസസ്സറിന്റെ ഈ ഹയർ പവർ റിക്വയർമെന്റ് കാരണം തന്നെ പവർ സപ്ലൈയിലെ 12 വോൾട്ട് റെയിലിൽ നമുക്ക് ഇനഫ് ആയിട്ടുള്ള ആംപ്സ് അവൈലബിൾ ആയിരിക്കണം. ഈ 12 വോൾട്ട് റെയിലും 5 വോൾട്ട് റെയിലെല്ലാം നമ്മൾ പവർ സപ്ലൈയുടെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പഴയ ഒരു വീഡിയോ ആണ്, ജസ്റ്റ് കണ്ടു നോക്കൂ, ഞാൻ മേളിൽ പിൻ ചെയ്തേക്കാം. സോ ഈ 12 വോൾട്ട് റെയിലും 5 വോൾട്ട് റെയിൽ എന്താണ്, ഈ ആംപിയറിന്റെ കാൽക്കുലേഷൻസ് അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ പവർ സപ്ലൈയിലെ 12 വോൾട്ട് റെയിലിൽ നമുക്ക് മാക്സിമം ആംപിയർ അവൈലബിൾ ആയിരിക്കണം പ്രോസസ്സർ
പ്രോസസ്സർ പവർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ സപ്ലൈയുടെ സ്പെക്സ് നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ ചില പവർ സപ്ലൈസിന്റെ സൈഡിൽ ഒരു ടേബിൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ ടേബിൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും 12 വോൾട്ട്സ് റെയിലിൽ എത്രയാണ് ആംപിയേഴ്സ്, അല്ലെങ്കിൽ 5 വോൾട്ട്സ് റെയിലിൽ നിന്ന് എത്ര ആംപിയർ ഓഫ് കറണ്ട് ആണ് മദർ ബോർഡിലോട്ട് പാസ് ചെയ്യുന്നതെന്ന്. സോ ഇതെല്ലാം സ്പെക്സിൽ കാണും, അല്ലെങ്കിൽ ചില പവർ സപ്ലൈസിന്റെ സൈഡിലെ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ അതിലും ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. സോ ദാറ്റ് മീൻസ് 12th gen പ്രോസസ്സേഴ്സിന് 12 വോൾട്ട് റെയിലിൽ നിന്ന് നല്ല ഹൈ ആംപിയർ കറന്റ് പാസ് ചെയ്യാൻ പറ്റിയ പവർ സപ്ലൈസിന്റെ ആവശ്യമുണ്ട്. സോ ഇൻഡയറക്ട്ലി ഇൻ കേസ് 12th gen നോക്കുന്നുണ്ടെങ്കിൽ നല്ല പവർ സപ്ലൈയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. 12 വോൾട്ട് റെയിലിലും 5 വോൾട്ട് റെയിലിലും എത്ര കറന്റ് പോകുന്നുണ്ട്, ആൻഡ് ഓൾസോ ബ്രാൻഡും സീരീസും നോക്കണം. ഏതെങ്കിലും ചാത്തൻ സെബ്രോണിക്സിന്റെ ആന്റി സ്പോർട്സിന്റെ പവർ സപ്ലൈസ് വാങ്ങിച്ചു വെക്കല്. അതിപ്പം 12th gen ആണെങ്കിലും അല്ലെങ്കിലും നല്ലൊരു പവർ സപ്ലൈ റെക്കമെൻഡഡ് ആണ്. പവർ സപ്ലൈയും മദർ ബോർഡും എപ്പോഴും ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ആണ്. സോ സ്പെഷ്യലി ഇപ്പം 12th gen പവർ റിക്വയർമെന്റും DDR5 പവർ റിക്വയർമെന്റും കാരണം കുറച്ചുകൂടി നല്ല പവർ സപ്ലൈസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ റിക്കമെൻഡ് ചെയ്യുന്നത് കൂളർ മാസ്റ്റർ, കോർസെയർ, NZ16 നല്ല ബ്രാൻഡാണ്. ആൻടെക്കിന്റെ ചില സീരീസ് നല്ലതാണ്. ഏറ്റവും ലോവസ്റ്റിലോട്ട് പോകാതെ VP സീരീസ് തൊട്ട് മേലോട്ട് നോക്കുക ആണെങ്കിൽ നല്ലതാണ്. ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റാണ് VP എടുത്താൽ മതി. ആൻടെക്കിന്റെ 80+ ഗോൾഡ് ഒക്കെ നല്ല പവർ സപ്ലൈസ് ആണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 80+ ഗോൾഡ് എടുക്കുന്നത് നല്ലതാണ്. ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 80+ ബ്രോൺസ് ഈസ് ഓക്കെ, പക്ഷെ നല്ല ബ്രാൻഡ് ആൻഡ് സീരീസ് എടുക്കണം. ഇനി പവർ സപ്ലൈക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേറൊരു റീസൺ വരുന്നത് DDR5 റാം കാരണമാണ്. DDR4 നോക്കുവാണെങ്കിൽ DDR4 റാംസിന്റെ PMIC അല്ലെങ്കിൽ പവർ മാനേജ്മെന്റ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയും. ചെറിയ സെറ്റ് ഓഫ് ചിപ്സ് ആണ്. സോ ഈ ചെറിയ ചിപ്സ് ആണ് ആക്ച്വലി റാമിലോട്ടുള്ള പവറിനെ മാനേജ് ചെയ്യുന്നത്. പവർ സപ്ലൈന്ന് ഫസ്റ്റ് മദർ ബോർഡിലോട്ട് വരും. മദർ ബോർഡിലുള്ള ഈ PMIC ആണ് പവർ മാനേജ് ചെയ്ത് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വോൾട്ട്സ് അല്ലെങ്കിൽ അത്രയും പവർ റാമിന് സപ്ലൈ ചെയ്യുന്നത്. സോ DDR4 പോകുന്ന പവറിനെ എല്ലാം മാനേജ് ചെയ്യുന്നത് മദർ ബോർഡിലെ ഈ PMIC ആണ്. ഇപ്പം DDR5 നോക്കുവാണെങ്കിൽ മദർ ബോർഡിൽ നിന്ന് ഈ PMIC എടുത്തിട്ട് ഡയറക്റ്റ് റാമിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. സോ ഇൻ കേസ് DDR5 റാംസിൻ്റെ നിങ്ങൾ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സെൻട്രൽ നോക്കുവാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ചിപ്സിൻ്റെ ഒരു ചെറിയൊരു ഏരിയ കാണാം. സോ ഇതാണ് ആക്ച്വലി PMIC. ഇത് നേരത്തെ DDR4 മദർ ബോർഡിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ്ലി DDR5 റാമിൽ തന്നെയാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ ബോർഡിന് ഇപ്പോൾ അധികം റോളൊന്നുമില്ല. പവർ സപ്ലൈയിൽ നിന്ന് ഡയറക്റ്റ് DDR5 PMIC പവർ പോകുന്നത്. അവിടെ നിന്നാണ് ഇത് മാനേജ് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ പവർ സപ്ലൈയിലെ 5 വോൾട്ട്സ് റെയിലിൽ നല്ല സ്റ്റേബിൾ പവർ ആയിരിക്കണം. കാരണം 5 വോൾട്ട്സ് റെയിലിൽ നിന്നാണ് റാമിലോട്ട് പവർ പോകുന്നത്. സോ 5 വോൾട്ട്സ് റെയിൽ നല്ല സ്റ്റേബിൾ ആയിരിക്കണം. സോ ഇതിപ്പം ഏത് 5 വോൾട്ട്സ് റെയിലാണ് നല്ലത്, 12 വോൾട്ട്സ് റെയിലാണെന്ന് നമുക്ക് ഒന്നും നോക്കി പറയാൻ പറ്റത്തില്ല. ബെസ്റ്റ് പറയുന്നത് നല്ല പവർ സപ്ലൈ ചൂസ് ചെയ്യുക, നല്ല കമ്പനി, നല്ല സീരീസിൽ വരുന്ന. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 80+ ഗോൾഡ് തന്നെ എടുക്കാൻ നോക്കുക. കാരണം 80+ ഗോൾഡിൽ നല്ല എഫിഷ്യൻസി ആയിരിക്കും. ആൻഡ് ഓൾസോ 80+ ഗോൾഡിൽ യൂസ് ചെയ്യുന്ന ബാക്കി കോമ്പണൻസ്, അകത്തെ കപ്പാസിറ്റേഴ്സും ചെറിയ ചെറിയ പാർട്സ് നോക്കുവാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി പാർട്സ് ആയിരിക്കും കമ്പയർ ടു ഏതെങ്കിലും വേറെ ലോ ലെവലിലുള്ളതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ. ഒരു മീഡിയം റേഞ്ച് ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിലും നല്ലൊരു 80+ ബ്രോൺസ് എങ്കിലും മിനിമം നോക്കണം. ആൻഡ് ഓൾസോ 12 വോൾട്ട് റെയിലിൽ മാക്സിമം ആംപിയേഴ്സ് ഉള്ളതും സെലക്ട് ചെയ്യാൻ നോക്കണം. സോ പവർ സപ്ലൈയുടെ കാര്യത്തിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത്. 12th gen പവർ റിക്വയർമെൻറ്റും ആൻഡ് DDR5 ഈ പവർ PMIC കാരണം നല്ല PSUവിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഓൾസോ CPU കൂളറിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. 12th generation നല്ല പവർ കൺസ്യൂം ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ആണ്. സോ ഹീറ്റിംഗ് കൂടുതലായിരിക്കും. നല്ലൊരു എയർ കൂളർ അല്ലെങ്കിൽ ലിക്വിഡ് കൂളർ നിങ്ങളുടെ ബഡ്ജറ്റും പ്രിഫറൻസ് അനുസരിച്ച് നല്ലൊരു സംഭവം ചൂസ് ചെയ്യണം. അതും ചൂസ് ചെയ്യുമ്പം LGA 1700 ഡയറക്ട്ലി കമ്പാറ്റബിൾ ആണോ എന്ന് നോക്കണം. സോ ഇതൊക്കെയാണ് 12th generation പ്രോസസ്സേഴ്സിൻ്റെ പാർട്സുമായിട്ട്, കമ്പാറ്റബിലിറ്റി റിലേറ്റഡ് പാർട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ബേസിക് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 12th generation ആസ് ഓഫ് നോ ഓൺ പേപ്പറിലുള്ള പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് അറിയത്തുള്ളൂ. ഇൻ റിയൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഈ ഓവറോൾ ഇത്രയും പുതിയ സംഭവങ്ങളുടെ ഇടയ്ക്ക് എങ്ങനെയായിരിക്കും ഇത് പെർഫോം ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതിപ്പോൾ DDR5 റാം ആകട്ടെ, പുതിയ Windows 11 ഓർ പുതിയ മദർ ബോർഡ്. സോ പുതിയൊരു ആർക്കിടെക്ചർ ആകുമ്പം ഓവറോൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് ഇപ്പോഴും നമുക്ക് ഐഡിയ ഇല്ല. ജസ്റ്റ് ഇന്റൽ പറഞ്ഞ ബെഞ്ച് മാർക്സ് മാത്രമാണ് നമ്മൾ കണ്ടത്. സോ തേർഡ് പാർട്ടി റിവ്യൂസും കാര്യങ്ങളും എന്തായാലും വരാനിരിക്കുന്നുണ്ട്. ഓൾറെഡി Windows 11 കാര്യം നിങ്ങൾക്കറിയാം, ഇറങ്ങിക്കഴിഞ്ഞ് എത്ര ഇഷ്യൂസ് ആണ് വന്നതെന്ന്. എനിക്ക് വന്ന ഇഷ്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നൊന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നൊരു ഇഷ്യൂ ചിലപ്പോൾ എനിക്ക് വരണമെന്നില്ല. സോ അങ്ങനെയാണ് 12th generation വന്നിട്ട് റിയൽ ലൈഫിൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ ഇതിൽ എന്തെങ്കിലും കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഓർ ബഗ്സ് അല്ലെങ്കിൽ ഗ്ലിച്ചസ് ഉണ്ടോ. സോ ഈ കാര്യങ്ങൾ നമുക്കിപ്പം ഇനീഷ്യലി ഒന്നും അറിയത്തില്ല. സോ ഞാൻ പറയുന്നത് മേ ബി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
ആൻഡ് ഫ്യൂച്ചർ നോക്കുവാണെങ്കിൽ റൈസൻ്റെ പ്രോസസ്സേഴ്സും വരുന്നുണ്ട്. ആൻഡ് ഇതിൽ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇൻറ്റലിൻ്റെ ഈ ബെഞ്ച് മാർക്കിംഗ് ചെയ്ത ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അവർ ബെഞ്ച് മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്ത ടെസ്റ്റ് സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഞാനത് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തതേ ഉള്ളൂ, പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല. സോ ഇൻറ്റൽ കാണിച്ച സ്ലൈഡ്സ് അല്ലെങ്കിൽ ഇൻറ്റൽ കാണിച്ച ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിൽ ഇന്റൽ i9-12900K പ്രോസസർ 64GB DDR5 റാം ആണ് യൂസ് ചെയ്തത്. 4400 MHz Z69 ആണ് മദർ ബോർഡ്. ഇനി റൈസൻ സൈഡ് നോക്കുവാണെങ്കിൽ റൈസൻ 9 5950X ആണ് പ്രോസസർ. DDR4 ആണ് റാം യൂസ് ചെയ്തേക്കുന്നത്, അതും 3200 MHz. X570 ആണ് മദർ ബോർഡ്. ആൻഡ് വിൻഡോസ് 11 പ്ലാറ്റ്ഫോമിലാണ് ഗെയിം ടെസ്റ്റിംഗ് എല്ലാം ചെയ്ത് ബെഞ്ച് മാർക്സ് കാണിച്ചേക്കുന്നത്. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഫാക്റ്റ് ആണ്, വിൻഡോസ് 11 ഇറങ്ങിയ ടൈം മുതൽ റൈസൻ പ്രോസസേഴ്സിൽ കുറേ ഇഷ്യൂസ് ഉണ്ടെന്ന്. മെയിൻലി ഗെയിമിംഗ് പെർഫോമൻസിൽ ഒത്തിരി ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് റൈസൻ പ്രോസസേഴ്സിന്റെ ചിപ്സെറ്റ് അപ്ഡേറ്റ് വന്നതും റീസെന്റ് ആണ്. ആൻഡ് ഈ ബെഞ്ച് മാർക്സ് ഒക്കെ ചെയ്തതൊക്കെ അതിന് മുന്നേ ആണ്. അത് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ റാമിന്റെ ഇഷ്യൂ. 64GB ആണ് റാം യൂസ് ചെയ്തേക്കുന്നത്, പക്ഷേ DDR4 ആണ് റൈസനിൽ യൂസ് ചെയ്തേക്കുന്നത്, അതും 3200 MHz. അറ്റ്ലീസ്റ്റ് ഒരു 3600 പോലും അല്ല, 3200 MHz യൂസ് ചെയ്തേക്കുന്നത് DDR4 റാം. ഇന്റൽ സൈഡ് നോക്കുവാണെങ്കിൽ DDR5 ആണ് യൂസ് ചെയ്തേക്കുന്നത്, 4400 MHz. സോ ഇത് എങ്ങനെ ഒരു ഫെയർ കമ്പാരിസൺ ആകുമെന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. സോ ഈ കാണിച്ചേക്കുന്ന ബെഞ്ച് മാർക്സും കാര്യങ്ങളും എത്രത്തോളം കറക്റ്റ് ആണെന്ന് ഈ സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. സോ ഇതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്, എക്സാക്ട് തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സും തേർഡ് പാർട്ടി എക്സ്റ്റൻസീവ് ടെസ്റ്റിംഗും കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട്സ് വന്നാലേ നമുക്ക് കറക്റ്റ് പെർസെൻറ്റേജ് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇന്റൽ പറയുന്നത് 30% ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ്. ഡിപ്പെൻഡിങ് ഓൺ ഗെയിംസ് 3 to 30% ഇൻക്രിമെന്റ് ആണ് പറയുന്നത്. സോ ഈ ഒരു സ്പെക്സ് വെച്ച് എങ്ങനെയാണ് അതൊരു ഫെയർ കമ്പാരിസൺ ആവുന്നതെന്ന് ഐ എം റിയലി ഡൗട്ട്ഫുൾ അബൌട്ട് ദാറ്റ്. ആൻഡ് റൈസൻ 5000 സീരീസിന്റെ ഈ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ 10th ജനറേഷൻ ഇറങ്ങിയപ്പോഴും കമ്പാരിസൺ ഉണ്ടായിരുന്നു, 11th ഇറങ്ങിയപ്പോഴും കമ്പയർ ചെയ്തതാണ്. കുറച്ചുകൂടെ നല്ലത് ഫ്യൂച്ചറിൽ വരുന്ന റൈസൻ പ്രോസസ്സേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അത് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. മേ ബി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് റൈസന്റെ പുതിയ പ്രോസസ്സേഴ്സ് വരുന്നതായിരിക്കും. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അറ്റ്ലീസ്റ്റ് കമ്പയർ ചെയ്യുന്ന സ്പെക്സും ഹാർഡ്വെയറും ഈക്വൽ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇവിടെ നോക്കുവാണെങ്കിൽ അതും കറക്റ്റ് അല്ല. 12th ജൻ ഇന്റൽ മോശമാണ് അല്ലെങ്കിൽ റൈസൻ ആണ് ബെറ്റർ എന്നൊന്നും അല്ല പറയുന്നത്. ഇവിടെ ഇന്റലോ റൈസന്റെ ക്വസ്റ്റ്യൻ വരുന്നില്ല. ഇന്റൽ ആയാലും റൈസൻ ആയാലും എനിക്ക് ഒരേപോലാണ്. കാരണം ആസ് എ ടെക് എൻതൂസിയാസ്റ്റ് എനിക്ക് ബയസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. AMD ആണ് നല്ലത് അല്ലെങ്കിൽ ഇന്റൽ ആണ് നല്ലത്. AMD ആയിരിക്കും ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് നല്ലത്, അത് കഴിഞ്ഞിട്ട് പുതിയ ആർക്കിടെക്ചർ വരുമ്പോൾ ഇന്റൽ ആയിരിക്കും നല്ലത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും AMD വേറെ എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുമായിരിക്കും, അന്നേരം വീണ്ടും AMD ആയിരിക്കും. സോ ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും, മൂവ് ആയിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമുക്കൊരു കൺഫേംഡ് ആയിട്ട് AMD ആണ് നല്ലത് ഓർ ഇന്റൽ ആണ് നല്ലത് എന്ന് പറയാൻ പറ്റത്തില്ല. പേഴ്സണലി നോക്കുവാണെങ്കിൽ ഞാൻ AMD ഫാനും അല്ല ഇന്റൽ ഫാൻ ബോയും അല്ല. എനിക്ക് മെയിൻലി PC ബിൽഡിങ്ങും ടെക് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇന്റൽ ഓർ AMD ഡസൻറ്റ് മാറ്റർ. സോ 12th ജൻ ഇന്റൽ പ്രോസസ്സേഴ്സ് നല്ല പ്രോസസ്സേഴ്സ് തന്നെയാണ്, പക്ഷേ ടെസ്റ്റിംഗ് മെത്തഡോളജിയുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. എനിവേസ് റൈസൻ പ്രോസസ്സേഴ്സ് ഉടനെ വരുമോ എന്ന് ചോദിച്ചാൽ എന്തായാലും കുറച്ച് ഡിലേ ഉണ്ടാകും. മേ ബി ജൂൺ ജൂലൈ ടൈമിലായിരിക്കും. നോർമലി ജൂൺ ജൂലൈ ടൈമിലാണ് AMD പ്രോസസ്സേഴ്സിൻ്റെ ഈവൻറ്റ് നടക്കാറുള്ളത്. സോ മേ ബി ആ ഒരു ടൈമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്തായാലും AM4 സോക്കറ്റ് തന്നെയായിരിക്കും. AM5 അല്ലെങ്കിൽ പുതിയ സോക്കറ്റ് ചേഞ്ച് ആവുന്നത് മേ ബി നെക്സ്റ്റ് ഇയർ എൻഡിലായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ ലീക്സ് വരുന്നത്. സോ ഇൻ കേസ് AMD നോക്കുന്നുണ്ടെങ്കിൽ ഒരു ജനറേഷൻ കൂടി നമുക്ക് AMD പ്രോസസ്സേഴ്സ് B450 or 550 യൂസ് ചെയ്യാൻ പറ്റും. കാരണം നെക്സ്റ്റ് വരുന്നത് AM4 പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കും. AM4 സോക്കറ്റ് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറിൻ്റെ ആയിരിക്കും വരുന്നത്. V-Cache ഡിസൈൻ ഉള്ള ഒരു സംഭവമാണ്. അതെന്തായാലും അതിനെക്കുറിച്ച് ന്യൂസ് വരുമ്പോൾ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തേക്ക് AM4 സോക്കറ്റാണ് നെക്സ്റ്റ് വരുന്നത്. സോ AMD യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജനറേഷൻ കൂടി ഉണ്ട്. ആൻഡ് കുറച്ച് ദിവസം മുമ്പേ ഓൺലൈനിൽ AMD ഒഫീഷ്യൽസിൻ്റെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പോഡ്കാസ്റ്റിംഗ് സംഭവം ഉണ്ടായിരുന്നു. സോ അതിൽ അവർ പറഞ്ഞത് 25% ആണ് അടുത്ത AM4 സോക്കറ്റ് തന്നെ വരുന്ന AMD പ്രോസസ്സേഴ്സിൻ്റെ പെർഫോമൻസ് ഇൻക്രിമെൻറ്റ് പറയുന്നത്. പക്ഷേ എന്നാലും ഇന്റൽ ആൻഡ് AMD നോക്കുവാണെങ്കിൽ ഇന്റൽ സൈഡ് ഇപ്പം പവർ കൺസംഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് AMD സൈഡ് നോക്കുവാണെങ്കിൽ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർഫുൾ പ്രോസസ്സേഴ്സ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. സോ രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എൻഡ്സിലോട്ടാണ് പോകുന്നത്. റൈസൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും രണ്ടിൻ്റെയും കമ്പാരിസൺ എങ്ങനെയായിരിക്കുമെന്ന്. സോ ഇപ്പോഴത്തേക്ക് എന്തായാലും എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. 12th ജനറേഷൻ എറങ്ങുമ്പോൾ തന്നെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇൻ കേസ് നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെഞ്ച് മാർക്സും ഈ കമ്പാരിസൺസും ഒന്നും മാറ്റർ ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ 12th ജൻ എടുക്കാം, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങളൊരു ബഡ്ജറ്റ് യൂസറാണ്, നിങ്ങൾക്ക് വാല്യൂ ഫോർ മണിയാണ്, നിങ്ങൾ മുടക്കുന്ന കാശിന് നിങ്ങൾക്ക് വാല്യൂ കിട്ടണം, അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബെഞ്ച് മാർക്സും ഇതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, DDR5 കമ്പാറ്റബിലിറ്റി, DDR4 പെർഫോമൻസ് എങ്ങനെയാണ്, ആൻഡ് വിൻഡോസ് 11 ഇംപ്ലിമെൻറ്റേഷൻ 12th ജൻ പ്രോസസ്സേഴ്സിൽ എങ്ങനെയുണ്ട്, വേറെ എന്തെങ്കിലും ഇഷ്യൂ
ഇഷ്യൂസോ ഗ്ലിച്ചസോ ബഗ്സോ ഉണ്ടോ, ഇതെല്ലാം എന്തായാലും വന്നിട്ട് 1-2 മാസം കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോഴത്തെ ഒരു ഇതിൽ Z സീരീസ് മദർ ബോർഡ്സ് മാത്രമാണ് വന്നത്. ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സീരീസ് K സീരീസ് പ്രോസസ്സേഴ്സുമാണ് അനൗൺസ് ചെയ്തത്. സോ ഇനിയും ബഡ്ജറ്റ് റേഞ്ചിലുള്ള സീരീസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള മദർ ബോർഡ് ചിപ്സെറ്റും വരാനുണ്ട്. സോ ഇതെല്ലാം ഫ്യൂച്ചറിലേ വരത്തുള്ളൂ. ഓടിച്ചാടി Z സീരീസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. സോ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇൻ കേസ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെങ്കിൽ. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റും കാര്യങ്ങളും ഒരു ഇഷ്യൂ അല്ല എന്നുണ്ടെങ്കിൽ 12th ജനറിലോട്ട് പോകാം. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കോമ്പണന്റ് സെലക്ഷന്റെ കാര്യങ്ങളൊക്കെ. സോ എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. 12th ജനറേഷൻ ആകട്ടെ അല്ലെങ്കിൽ പുതിയ AMD പ്രോസസ്സേഴ്സിന്റെ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് തൊട്ടടുത്തുള്ള മണിയൊന്നും അടിച്ചിട്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.